നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കട്ടപ്പന ലബ്ബക്കടയിലുള്ള ഹൈറേഞ്ച് വില്ലാസിലാണ്. എന്നോടൊപ്പം ഹൈറേഞ്ച് വില്ലാസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ രാജേഷ് നാരായണനാണ് ഉള്ളത്. രാജേഷ് ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷങ്ങൾ സുല്ലാരെ. ഓക്കെ, നമ്മുടെ ഹൈറേഞ്ച് വില്ലാസ് എങ്ങനെ പോകുന്നു? ഹൈറേഞ്ച് വില്ലാസ് നല്ല രീതിയിൽ പോകുന്നു. നമ്മൾ നേരത്തെ ചെയ്ത വ്ളോഗുകളൊക്കെ കണ്ട ആൾക്കാർ ഇപ്പോഴും ഒത്തിരി പേര് അവിടെ വിളിക്കുകയും വരികയും എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഹൈറേഞ്ച് വില്ലാസിലേക്ക് ആളുകൾ വരാൻ എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ആണ് നമ്മുടെ ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്? ഇപ്പം നമുക്ക് ഓരോ ഫെസ്റ്റിവൽ വരുമ്പോഴും ഏകദേശം 3 ലക്ഷം പേരോളമാണ് ഇപ്പോൾ വാഗമണ്ണും മൂന്നാറും എല്ലാം വരുന്നത്. അപ്പോൾ അതിൻ്റെ വാഗമണ്ണ് തന്നെ 2 ലക്ഷം പേരോളം വന്നു പോകുന്നുണ്ട്. അപ്പം ഇവരെല്ലാം വരുന്ന ഫാമിലി ഗ്രൂപ്പുകളായിട്ട് ഒത്തിരി പേര് വരുന്നുണ്ട്. സോളോ ആയിട്ട് വരുന്നുണ്ട് എങ്കിൽ പോലും ഒത്തിരി പേര് ഗ്രൂപ്പുകളായിട്ട്, പ്രത്യേകിച്ച് വെക്കേഷൻ ടൈമിലൊക്കെ വരുമ്പോൾ, ഇപ്പോൾ ഏപ്രിൽ മെയ്യിലൊക്കെ പറഞ്ഞാൽ പിള്ളേരുടെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ വരുന്ന ഗ്രൂപ്പുകളായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പായിട്ട് വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു 20 പേര് വന്നിരിക്കട്ടെ. അപ്പോൾ 20 പേര് ഒരു റിസോർട്ട് ചെന്ന് കഴിഞ്ഞാൽ നല്ല റിസോർട്ടൊക്കെ ആയിരിക്കും. പക്ഷേ ഉള്ള പ്രശ്നം പറഞ്ഞാൽ ഇവർ 10 റൂമിലായിരിക്കും, പല റൂമിൽ കിടക്കേണ്ട, പല റൂമിൽ കിടക്കും. അന്നേരം അവർക്ക് ആ ഒരു വൈബ് നഷ്ടപ്പെടും. പിന്നെ നമ്മുടെ ഒരു ഗ്രൂപ്പ് വരുന്നവർ എപ്പോഴും ഒരു ഒത്തുചേരാൻ വേണ്ടിയാണ്, ഒരുമിച്ചിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ പല റൂമിലായി പോയി കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ കൂടാൻ പറ്റുന്ന ക്യാമ്പ് ഫയർ ഏരിയയെ മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് നമ്മുടെ 6 ബെഡ്റൂമിൻ്റെ 4 ബെഡ്റൂമിൻ്റെ വില്ലകളായതുകൊണ്ട് തന്നെ ഒരു ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 20 പേരോ അല്ല 18 പേരോ വന്നു കഴിഞ്ഞാൽ ശരി, അവർക്ക് ഒരു വില്ല തന്നെ സ്റ്റേ ചെയ്യാനായിട്ട് പറ്റും. അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ ഇപ്പം എത്രത്തോളം ആളുകളെ നമുക്കിവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 100 പേരുടെയൊക്കെ ഗ്രൂപ്പുകൾ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ സ്കൂൾ ട്രിപ്പുകൾ, നമ്മൾ CBSE സ്കൂളായാലും അല്ലാത്ത സ്കൂളായാലും അവരൊക്കെ 100-125 പേരൊക്കെ വരുന്നുണ്ട് നമുക്കിവിടെ. ഈ 100 പേര് വരുന്നു, അല്ലെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് നമുക്കിവിടെ തന്നെ ഫുഡ്, നമുക്ക് ഇൻഹൗസ് റെസ്റ്റോറൻറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമുള്ള എല്ലാ ഫുഡും, സീ ഫുഡ് ആയാലും ശരി അല്ലാത്ത ഫുഡ് ആയാലും ശരി, ഏത് ഫുഡ് വേണേലും നമുക്ക് ഇവിടെ തന്നെ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമ്മുടെ ഈ ഹൈറേഞ്ച് വില്ലാസ് ഇരിക്കുന്നത് കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിലാണ്. മലയോര ഹൈവേയിൽ ലബ്ബക്കടയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ മലയോര ഹൈവേ, സുന്ദരമായ മലയോര ഹൈവേയുടെ പണിയൊക്കെ പൂർത്തീകരിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം സമയദൈർഘ്യമൊക്കെ കുറഞ്ഞു. ഒരുപാട് ആളുകൾ ഇതിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി ഈ റൈഡർമാരും ഒക്കെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് പറയാറുണ്ടോ? ഒത്തിരി പേര് പറയാം. നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആദ്യം പറയുന്നതെന്ന് പറഞ്ഞാൽ വില്ലയൊക്കെ കൊള്ളാം, പക്ഷെ റോഡ് മാത്രം എത്തിപ്പെടാനുള്ള പാടാണെന്ന് പറയാം. പക്ഷെ ഇപ്പം വന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു വാഗമണ്ണിൽ നിന്നായാലും തേക്കടി ആയാലും എല്ലാം ഒരു 30 മിനിറ്റ് യാത്രയല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് എല്ലാം ഇപ്പം പണ്ടത്തെ പോലെ ഒന്നുമല്ല, പെട്ടെന്ന് തന്നെ എത്താൻ സാധിക്കും എന്നുള്ളതാണ് അവർ പറയുന്നത്. അവർ ശരിക്കും ആസ്വദിച്ചു. അതായത് ഈ ഹൈറേഞ്ച് വില്ലേജിലേക്ക് വരുന്നത് തന്നെ ആ യാത്രയും ഒരു സുഖകരമാണ്. ആ യാത്ര സുഖകരമായി നമ്മൾ ഹൈറേഞ്ച് വില്ലാസിൽ വന്ന് ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ താമസവും ഒക്കെ ഒരു പ്രത്യേക വൈബാണ് അല്ലേ? അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ. ഇപ്പം നമ്മളിപ്പം വാഗമണ്ണ് പോവുകയാണ്. വാഗമണ്ണ് പോയി കഴിഞ്ഞാൽ നമ്മുടെ റിസോർട്ട് റൂം എടുത്തു കഴിഞ്ഞാൽ ആ വാഗമണ്ണ് മാത്രമേ നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ തേക്കടി പോയി കഴിഞ്ഞാൽ തേക്കടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള ഗുണം പറഞ്ഞാൽ ഇപ്പോൾ തേക്കടി ഇവിടുന്ന് 30 മിനിറ്റ് 40 മിനിറ്റേ ഉള്ളൂ മാക്സിമം യാത്ര. വാഗമണ്ണായിരുന്നു 45 മിനിറ്റേ ഉള്ളൂ. രാമക്കമ്പേട് 30 മിനിറ്റേ ഉള്ളൂ. ഇടുക്കി ഡാം പോണൊരു 30 മിനിറ്റേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ എല്ലാം മിഡിൽ പോയിന്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ 2 ദിവസം സ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കവർ ചെയ്യാൻ സാധിക്കും. പോകാൻ പറ്റും. അതാണ് ഒരു ഗുണം പറയുന്നത്. ഓക്കെ. മറ്റൊന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നുള്ള കാഴ്ചകൾ, ഇപ്പം നമ്മളിരിക്കുന്ന ഈ റൂമിൽ നിന്ന് തന്നെ എനിക്ക് തോന്നുന്നു ആ ഗ്ലാസ്സിലൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മലനിരകളും മനോഹരമായ ദൃശ്യമാണ് നമുക്ക് കാണാൻ പറ്റും. അതെ, അതിനേക്കാൾ ഉപരിയായിട്ട് ഇപ്പം നമ്മളിപ്പം സൂര്യാസ്തമയം കാണാൻ വേണ്ടി നമ്മൾ വിവേകാനന്ദ പാറയിലൊക്കെ ഇപ്പോൾ കന്യാകുമാരി പോകാറുണ്ട്. അപ്പം നമ്മൾ ഹൈറേഞ്ചിലെ സൺസെറ്റ് സൺറൈസ് മാത്രം നമ്മൾ കാണാറില്ല. കാരണം ഗസ്റ്റ് വരുമ്പം രാത്രിയിലായിരിക്കും വരുന്നത്. അപ്പോൾ അവർ രാവിലെ തന്നെ പോവുകയും ചെയ്യും. അപ്പം നിങ്ങളിവിടെ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്പം നേരത്തെ വരിക. നമ്മുടെ ഇവിടെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഉള്ളൊരു സൺസെറ്റ് ഉണ്ട്, അടിപൊളിയാണ്. കാരണം ഒരു 100 കിലോമീറ്റർ അകലെ എന്നുള്ള വ്യൂ പോയിന്റിൽ നിന്നാണ് സൺസെറ്റ് ആണ്. ആ സൺറൈസ് ആയാലും അതുപോലെ തന്നെ നല്ല ഭംഗിയാണ്. കാരണം ഇത്രയും കിലോമീറ്ററുകൾക്ക് അകലെ നിന്ന് ഉദിച്ചു കയറുന്ന വരുമ്പോൾ കാണുമ്പോൾ നല്ല രസമാണ്. നിങ്ങൾ കണ്ടിട്ടില്ല, ഒരു പ്രാവശ്യം വരും നിങ്ങൾ ഹൈറേഞ്ച് വില്ലാസ് വന്ന് കണ്ടു. എനിക്കൊന്ന് ഇവിടെ ഹൈറേഞ്ച് വില്ലാസിലേക്ക് വരുമ്പോൾ മനോഹരമായിട്ടുള്ള റൂമുകൾ, മനോഹരമായ താമസം, രുചികരമായ ഭക്ഷണം, അതിമനോഹരമായിട്ടുള്ള നയനമനോഹരമായിട്ടുള്ള കാഴ്ചകൾ, അങ്ങനെ ഒരുപാട് എല്ലാത്തിൻ്റെയും കൂടെ ഒരു ടൂർ വരുന്നവർക്കല്ല. ഇപ്പം നമ്മളിപ്പോൾ അല്ലാതെ ഒഫീഷ്യലായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു റൂമിൻ്റെ 2 പേരും കൊണ്ട് കിടക്കുകയുള്ളൂ.
ഇപ്പോൾ ടൂർ വരുന്നവരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് അതൊരു പ്രശ്നമല്ല. അവരിപ്പോൾ ഒരു 20 പേരോ 22 പേരായാലും ശരി ഒരു വിലയ്ക്ക് തന്നെ ഞങ്ങൾ സ്റ്റേ ചെയ്തോളാം എന്നും പറഞ്ഞ് അവർ വരുന്നത്. അപ്പോൾ അവർക്ക് ചിലവും ഒത്തിരി കുറവുണ്ട്, അവർക്ക് നല്ല ഫെസിലിറ്റീസും കിട്ടും, എൻജോയ് ചെയ്യാനും പറ്റും. വേറൊരു ഇതും കൂടെ ഉണ്ട്, നമുക്കിപ്പോൾ കൺജസ്റ്റഡ് അല്ല, നമുക്കിപ്പം നമ്മുടെ ഒരു വില്ല തന്നെ 3000 സ്ക്വയർ ഫീറ്റോളം ഉണ്ട്. അപ്പോൾ ഒരു വില്ല ഇഷ്ടം പോലെ സ്പേസ് ആണ് അവർക്ക്. ഡൈനിങ് ഉണ്ട്, ലിവിംഗ് ഉണ്ട്, കിച്ചൺ ഉണ്ട്, പിന്നെ ഫ്രിഡ്ജ് ഉണ്ട്, ഇൻഡിവിജ്വൽ വൈഫൈ ഉണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അപ്പോൾ എല്ലാ സൗകര്യം ഉള്ളപ്പം തന്നെ ഇങ്ങോട്ടൊന്ന് വരാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് തോന്നി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് എന്താണ് ഒരു ഓഫർ കൊടുക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഈ അവസരത്തിൽ പെട്ടെന്ന് പറഞ്ഞേ? നമുക്ക് 1 മാസം നമ്മൾ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു ഗ്രൂപ്പിന്, ഒരു ഫാമിലി അല്ല, ഒരാൾക്കല്ല കേട്ടോ, ഒരു ടീമിന്, ഇപ്പം 8 പേർക്കായാലും ശരി 12 പേർക്കായാലും ശരി, അവർ ഷെയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പിന് അവർക്ക് ഒരു ദിവസം സ്റ്റേ കൊടുക്കാം. ഓക്കെ, തീർച്ചയായിട്ടും നല്ലൊരു ഓഫറാണ് രാജേഷേട്ടൻ തന്നിരിക്കുന്നത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ സ്ഥലപ്പേര് കമൻറ്റ് ചെയ്യുക. തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്കല്ല, ഒരു ടീമിന്, ഒരു 12ഓളം ആൾക്കാർ വരുന്ന ഒരു ടീമിന്, അല്ലെങ്കിൽ അത് ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാകാം. ഇനിയിപ്പോൾ 2 പേരോളം, അതെ 2 പേരായി ഗ്രൂപ്പ് ഇല്ലെന്നോർത്ത് വരാം. അതെ, ഗ്രൂപ്പ് ഇല്ലെന്നോർത്ത് ഇപ്പൊ തിരഞ്ഞെടുക്കപ്പെടുന്ന ആള് ഗ്രൂപ്പിനായിട്ട് വരാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു ഫാമിലി ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ വരിക, വന്നാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു ഓഫർ കൂടെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ സ്ഥലപ്പേര് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.